ന്യൂസിലൻഡിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ആദ്യം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണെന്ന് അറിയാമോ? പറയേണ്ടില്ലല്ലോ അല്ലേ. നമ്മൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ആവില്ലേ, ഇവിടെ എവിടെ താമസിക്കും എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ സിംഗിളൊക്കെ ആയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാലും അടുത്ത് ഫാമിലി വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ താമസിക്കും? ഒരു വീട് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ന്യൂസിലൻഡിലേക്ക് വരുന്ന ഏതൊരാളുടെയും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊരു വാടക വീട് ന്യൂസിലാൻഡിൽ കിട്ടണമെങ്കിൽ വളരെ പ്രശ്നങ്ങളാണ്, കിട്ടാൻ വളരെ ചാൻസുകൾ വളരെ കുറവാണ്. അതിന് മാത്രം നമുക്ക് ആപ്ലിക്കേഷൻ അയച്ച് അത് പോയി വ്യൂ ചെയ്ത് അതിൻ്റെ അവരൊരു സീനിയോറിറ്റി ലിസ്റ്റ് ഇട്ട് അങ്ങനെയൊക്കെ പല ക്രൈറ്റീരിയയിലൂടെയാണ് നമുക്ക് ന്യൂസിലാൻഡിൽ ഒരു വാടക വീട് തന്നെ കിട്ടുക. പിന്നെ വാടക വീട് കിട്ടിക്കഴിഞ്ഞാലോ നല്ല റെൻറ്റും നമ്മൾ അതിന് കൊടുക്കണം അല്ലേ. അറിയാലോ, ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് ഏറ്റവും സ്റ്റാർട്ടിങ് ഇവിടെ റെൻറ്റ് വരുന്നുണ്ട്. റെൻറ്റ് ഇത്രയും നമ്മൾ കൊടുക്കണം ഇവിടെ. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന വീടുകൾ പലതും ഇച്ചിരി റേറ്റൊക്കെ കുറഞ്ഞ വീടുകളാണെങ്കിൽ പഴയ വീടുകളായിരിക്കും അല്ലേ. നമുക്ക് വിൻ്റർ സമയത്തൊക്കെ ആണെങ്കിൽ തണുപ്പ് ആ വീടുകളിൽ കൂടുതലായിരിക്കും. വുഡിൻ്റെ വീടുകളൊക്കെ ആണെങ്കിൽ ബഹുഭൂരിപക്ഷം ഒരു 100 വർഷം താഴെയുള്ള വീടുകളാണ്. അങ്ങനെയുള്ള വീടുകൾക്കാണ് ഈ പറയുന്ന ഒരു ചെറിയ റെൻറ്റെങ്കിലും കുറവുള്ളത്. അതിന് വിൻ്റർ സമയത്ത് നല്ല തണുപ്പായിരിക്കും നമുക്ക്. അപ്പോൾ നമ്മൾ ഹീറ്റ് പമ്പ് ഇടേണ്ടി വരും. അതൊക്കെ നമ്മളെ എക്സ്പെൻസ് കൂടുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകൾ ആദ്യമേ വന്നു കഴിയുമ്പോൾ ഇങ്ങനത്തെ വീടുകളാണ്. ഇംഗ്ലീഷുകാർ കൂടുതൽ ചെയ്യുന്ന ഒരു ടെക്നിക്കും ഇത് തന്നെയാണ്. ഇങ്ങനെ പഴയ വീടുകൾ, ബ്രിക്ക് ടൈപ്പ് അല്ലാത്ത വുഡിൻ്റെ വീടുകളാണ് ആദ്യം അവർ പ്രിഫർ ചെയ്യുന്നത്. ഒത്തിരി പഴയ വീടുകളാണ്, അത് അവർ റെൻറ്റിന് കൊടുത്ത് അവരത് മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസിലൻഡിലുള്ള ആളുകൾ അറിയാലോ, എല്ലാ വീടുകളും വളരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. അവരുടെ മുറ്റമാണെങ്കിലും റോഡ് സൈഡിൽ ആണെങ്കിലും ഒക്കെ. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി ഈ വീടുകളിൽ താമസിക്കുമ്പോൾ 100% നമ്മളത് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഡെഫിനറ്റ്ലി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിന് ഇവർ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ഒരു വേ ആണ്. 3 മാസമൊക്കെ കൂടുമ്പോൾ അവർ ഇൻസ്പെക്ഷൻസ് നടത്തും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മളെ അവരെ അറിയിക്കുകയും അത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ആ വീട് വിടുന്ന ടൈമിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതാണ് കൂടുതലും ഫാമിലീസും. ആ സമയത്ത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വരയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് അവർക്ക് വരുന്ന നഷ്ടം നമ്മളത് മീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനാണ് നമ്മളോട് കയ്യിൽ നിന്ന് ഇവർ റെൻറ്റിന് മുമ്പ് തന്നെ അഡ്വാൻസ് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഇവർ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചു വയ്ക്കുന്നുണ്ട്. മിക്കവാറും ഏജൻസികൾ മുഖാന്തരമാണ് ഇവിടെ ഈ റെൻറ്റഡ് ഹൗസസ് ഓൺ ചെയ്യുന്നത്. അതിലൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റൊക്കെ ആണെങ്കിലും അതുപോലെ ഏജൻസി മുഖാന്തരമാണെങ്കിലും നമുക്ക് തരുന്ന ഒരു പീരീഡ് ഉണ്ട്. അവർ ചിലപ്പോൾ ഒരു ഫിക്സഡ് ടൈം ആയിരിക്കും, അല്ലെങ്കിൽ പീരിയോഡിക്കലായിരിക്കും. ഈ ഫിക്സഡ് ടൈമിൽ വലിയ പ്രശ്നങ്ങളില്ല. അവർ നമ്മളോട് 1 മാസം മുമ്പൊക്കെയാണ് മാറാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴാണ്. അന്നേരം നമുക്കൊരു ടെൻഷനാണ് അല്ലേ. നമ്മൾ ഈ പിള്ളേരെയും കാര്യങ്ങളും എടുത്തുകൊണ്ട് ഒന്നൂടി ഒരു പറിച്ചു നടൽ എന്ന് പറയുമ്പോൾ വലിയൊരു കൺഫ്യൂഷനാണ്. കൂടുതൽ റെൻറ്റ് നമ്മൾ ആ സമയത്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ പീരിയോഡിക്കലായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഏത് സമയം വേണമെങ്കിലും 1 മാസം മുമ്പൊക്കെ 28 ഡേയ്സിന് മുമ്പൊക്കെ അവർ നമുക്ക് ഒരു നോട്ടീസ് തന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടുവാണ്, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറണം, ഇത് ഞങ്ങൾക്കൊന്നെങ്കിൽ വിൽക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് റെൻറ്റ് കൊടുക്കാനൊക്കെ താല്പര്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്തംഭിച്ചു അല്ലേ. നമ്മുടെ ഫാമിലിയായിട്ടും ഒരു വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് നമുക്കിവിടെ അറിയാം. അപ്പോൾ എങ്ങോട്ട് പോകുന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. റെൻറ്റിന് കൊടുക്കുന്ന വീടുകളൊക്കെ പഴയ വീടുകളാണെന്ന് ഞാൻ പറഞ്ഞു. പുതിയ വീടുകൾക്ക് വലിയ പ്രശ്നങ്ങളില്ല. എപ്പോഴും ഇനി എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസുകൾ വന്നാൽ അത് നമ്മൾ വിളിച്ചു പറയാൻ നിൽക്കണം. അത് അവിടെ ഇൻഫോം ചെയ്യണം. അത് എപ്പോൾ വന്ന് ക്ലിയറാക്കി തരും എന്നൊക്കെ ദിവസങ്ങൾ നീണ്ടുപോകും. ഒരു ടാപ്പ് തന്നെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് മാറിയിടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഈ ഏജൻറ്റിനെ അറിയിക്കണം. അവർക്ക് സൗകര്യമുള്ള പോലെയാണ്. അവർ പഴയ വീടുകളായതുകൊണ്ട് മിക്കവാറും പഴയ ടാപ്പുകളും കാര്യങ്ങളൊക്കെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ. പിന്നെ അത് റെഗുലറായിട്ട് കംപ്ലയിൻ്റ് ആവും. ഇത് നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമാണ് നമുക്ക് ടൈം ഉണ്ടാവത്തുള്ളൂ. വീടിന് റെൻറ്റ് കൊടുക്കുന്നത് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് അല്ലേ. നമുക്ക് നല്ല രീതിയിൽ നമ്മളെ താമസിപ്പിക്കുക, നമുക്ക് നല്ലൊരു വെൽബീയിങ് തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല. മാക്സിമം നമ്മളതിൽ നിന്ന് അവർ പിഴിഞ്ഞ് ആ വീടിലൂടെ അവർ കാശ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇയർലി ഇവിടെ റെൻറ്റ് ഇവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. $20 അതിന് മുകളിലൊക്കെ അവർ പെർ വീക്കാന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ ഇവിടെ. അത് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അടുത്ത വർഷം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രാജുവലി അതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് ന്യൂസിലാൻഡ് ഹൈ റെൻറ്റ് ആണ് ഇവിടെ. നമുക്ക് ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഇവിടെ ഒരു 4000 രൂപ ഇന്ത്യൻ മണി ഏറ്റവും കുറഞ്ഞ വീടിന് ഒരു 1 ലക്ഷം രൂപ, 1,25,000 രൂപയൊക്കെ ഏറ്റവും കുറഞ്ഞത് ഇവിടെ റെൻറ്റ് വരുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ഒരു വീക്കിൽ ഒരു $500 ന്യൂസിലൻഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. $600 അതിന് മുകളിലൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 1.25 ലക്ഷം രൂപ നമുക്കിവിടെ റെൻറ്റ് വരും ഒരു മാസം. അപ്പം നമുക്കിവിടെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജൊക്കെ സാധാരണ ഒരു നേഴ്സൊക്കെ ആണെങ്കിൽ
ഒരു ദിവസം അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് ആവറേജ് ഒരു പെർ അവർ $50 വെച്ച് കൂട്ടിയാൽ 8 മണിക്കൂറാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, അറിയാലോ. അപ്പോൾ 8 മണിക്കൂറൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ 8×40 $400 അവർക്ക് കിട്ടുന്നത്. ആ $400 നിന്ന് അറിയാലോ നല്ല ടാക്സ് റേറ്റ് ഉണ്ട്, ഏകദേശം 25% അതിന് മുകളിലൊക്കെ നമുക്ക് ഇവിടെ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി പോയിട്ട് ഏകദേശം ഒരു 300-നും 350 അതിനൊക്കെ താഴെയൊക്കെയാണ് ആവറേജ് ഒരു നേഴ്സിന്, ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫും ഒക്കെ കൂടിയിട്ട് കുട്ടികളെയൊക്കെ നോക്കുമ്പോൾ ഒരാൾക്ക് പോകാൻ പറ്റുന്നത് ആഴ്ചയിൽ 5 ദിവസമാണ്. അങ്ങനെ 20 ദിവസം നമ്മൾ പോകുമ്പോൾ ഇത്രയും രൂപ നമുക്ക് കിട്ടുമ്പോൾ അതിൽ നിന്നും ഒരു 4000-5000 രൂപയുടെ ഒക്കെ അടുത്ത ആവറേജ് നമ്മളിവിടെ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഇവിടെ അറിയാലോ, ഫിനാൻഷ്യലി നമ്മൾ ടൈറ്റ് ആവാൻ 100%ഉം ഈ റെൻറ്റ് കൊടുക്കുന്നതിലൂടെ നമുക്ക് വലിയൊരു എക്സ്പെൻസാണ്. അപ്പോൾ നമ്മളിവിടെ റെൻറ്റിന് താമസിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന വളരെ കുറച്ച് പ്രോബ്ലംസാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു വീട് മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമ്മുടെ എലിജിബിലിറ്റിയൊക്കെ അനുസരിച്ച് നമ്മളൊരു നല്ലൊരു വീട് കണ്ടെത്തി നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് വെച്ചിട്ടൊരു വീട് മേടിക്കുക. അത് ചെയ്താൽ എന്താ ഗുണം? നമുക്ക് സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടക്കുക എന്നുള്ളൊരു ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു അംബീഷൻ, നമ്മുടെ ഒരു ഡ്രീം അച്ചീവ് ആവുകയാണ്. നമുക്ക് കിട്ടുന്ന ആ എമൗണ്ട് നമ്മൾ റെൻറ്റിലൂടെ നമ്മുടെ വീടിന് വേണ്ടി നമ്മൾ സേവ് ചെയ്യുകയാണ്. പിന്നെ എപ്പോഴും ഇറങ്ങിപ്പോകാൻ പറയത്തില്ല, ആ ഒരു ടെൻഷനില്ല. നമുക്ക് നാളെ ആണെങ്കിലും ഒരു അല്ലേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിനാൻസ് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 വർഷം കഴിയുമ്പോൾ അതായിരിക്കും നമ്മുടെ ഒരു ഡെപ്പോസിറ്റായിട്ട് മാറുക. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വീട് മേടിക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു അഡ്വൈസ് ആട്ടോ. പല